പ്രിയപ്പെട്ടവരെ, മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂളും ഹൈസ്കൂളും ഈ സമൂഹത്തിലെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. കഴിഞ്ഞ 38 വർഷങ്ങളായി 38 തലമുറയെ വാർത്തെടുക്കുന്ന പ്രക്രിയയിൽ മർക്കസ് സ്ഥാപനങ്ങൾ പങ്കാളിയാവുകയാണ്. കേരളത്തിന്റെ തനതായ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മതനിരപേക്ഷ ജനാധിപത്യ വിദ്യാഭ്യാസമാണ്. അതിലൂടെ കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ ഉയർന്നു വന്നത് മതനിരപേക്ഷ ജനാധിപത്യ സംസ്കാരമാണ്. ആ സംസ്കാരമാണ് കേരളത്തെ ലോകത്തിന്റെ നെറുകയിലെത്തിച്ചത്. ലോകത്തിലെ വികസിത രാജ്യങ്ങളുടെ സേവന മേഖലകളുടെ പാരാമീറ്റേഴ്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കേരളം അതിനൊപ്പം നിൽക്കുകയാണ്. അത് കേരളത്തിൽ വലിയ സാമ്പത്തിക സാധ്യതയോ ശേഷിയോ ഉണ്ടായതുകൊണ്ട് അല്ല, മറിച്ച് മതനിരപേക്ഷ ജനാധിപത്യ വിദ്യാഭ്യാസവും സംസ്കാരവും ഉള്ളതുകൊണ്ട് മനുഷ്യനും തമ്മിലുള്ള പ്രകൃതിദത്തമായ ബന്ധങ്ങൾ പുഷ്കലമായി നിൽക്കുന്നു എന്നുള്ളതാണ്. അതാണ് കേരളത്തിന്റെ വളർച്ചയുടെ ആധാരം. ഇത് മലയാളി പറഞ്ഞത് ഒരുപാട് മലയാളികൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും കേരളത്തിന് പുറത്തുള്ളവർ പലരും പറഞ്ഞിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അമർത്യ സെന്നാണ്. സ്വാതന്ത്ര്യമെന്നാൽ, വികസനമെന്നാൽ സ്വാതന്ത്ര്യം എന്ന പുസ്തകം കേരളത്തിന്റെ മതനിരപേക്ഷ വിദ്യാഭ്യാസ സംസ്കാരത്തിന് സാക്ഷിയാണ്. അദ്ദേഹം പറഞ്ഞതാണ്, കേരളം വളരാനുള്ള കാരണം കേരളത്തിന്റെ ആശയമണ്ഡലം, സാംസ്കാരിക മണ്ഡലം മതനിരപേക്ഷവും ജനാധിപത്യവുമാണ് എന്നുള്ളതുകൊണ്ടാണ്. അതിന്റെ കാരണം കേരളത്തിലെ പൊതുവിദ്യാഭ്യാസവും അതിലൂടെ ഉയർന്നു വന്ന മതനിരപേക്ഷ ജനാധിപത്യ സംസ്കാരവുമാണ്. പക്ഷേ അതിന് ചില മങ്ങൽ ഏറ്റുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ പല മൂല്യച്യുതികളും ഇന്ന് കേരളത്തിൽ എല്ലാ മേഖലകളിലും കാണാം. കുടുംബ ബന്ധങ്ങളിലടക്കം, മനുഷ്യബന്ധങ്ങളിലടക്കം 3 തരത്തിലുള്ള ബന്ധങ്ങളാണുള്ളത്. ഒന്ന്, പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം. അതിൽ തന്നെ സ്ഥൂല സൂക്ഷ്മ ബന്ധങ്ങളുണ്ട്. 2, മനുഷ്യനും തമ്മിലുള്ള ബന്ധം. അതിലും സ്ഥൂല സൂക്ഷ്മ ബന്ധങ്ങളുണ്ട്. 3, മനുഷ്യനും ഇതര ജീവികളും തമ്മിലുള്ള ബന്ധം. അവിടെയും സ്ഥൂല സൂക്ഷ്മ ബന്ധങ്ങളുണ്ട്. ഇതെന്താണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ്, അതനുസരിച്ച് ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കാൻ ബാധ്യസ്ഥനാണ് എന്നുകൂടി തിരിച്ചറിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ വിദ്യാസമ്പന്നനാകുന്നത്. ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞു, PhD കഴിഞ്ഞു, MTech കഴിഞ്ഞു, MD കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടൊന്നും ഞാൻ ഈ പറഞ്ഞ ഒരവസ്ഥയിൽ എത്തിക്കോളണം എന്നില്ല. എത്തുകയും ആകാം. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ രംഗത്ത് മൂല്യ തകർച്ച ഇല്ലാതെ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകണം. അത് ഭാവി കേരളത്തിന്റെ ആവശ്യമാണ്, വരുന്ന തലമുറയുടെ ആവശ്യമാണ്. അതുകൊണ്ട് സംസ്ഥാന സർക്കാർ അധികാരത്തിലേറ്റ ഉടനെ തന്നെ പ്രഖ്യാപിച്ചത് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസത്തെ നിലനിർത്തും, ശക്തിപ്പെടുത്തും എന്നാണ്. അതിന്റെ ഭാഗമായിട്ട് നിരവധി പരിപാടികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു മുദ്രാവാക്യം, അതായത് വിദ്യാഭ്യാസത്തിന്റെ നിർവചനമാണത്. അത് സാർത്ഥകമാക്കുവാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത്. മറ്റൊന്നിനും വേണ്ടിയല്ല.
കേരളത്തിൽ ജനിച്ച് ജീവിക്കുന്ന എല്ലാവരും സ്വസ്ഥമായും സുഖമായും ജീവിക്കാൻ വേണ്ടിയും പരസ്പര വിശ്വാസത്തോടെയും പരസ്പര ധാരണയോടെയും പരസ്പര സ്നേഹത്തോടെയും ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ആ നിർവചനം ഇതാണ്. വെരി സിമ്പിൾ, വളരെ ലളിതമാണ്. മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്ന പ്രക്രിയയാണ് വിദ്യാഭ്യാസം. സിമ്പിൾ നിർവചനമാണ്. ഇത് കേരളത്തിൽ പ്രാവർത്തികമാക്കണം എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യം. പലതരത്തിലുള്ള മൂല്യങ്ങളിൽ നിന്നുള്ള വ്യതിയാനങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട് മനുഷ്യനായി മനുഷ്യനെ കാണുന്ന മനുഷ്യകേന്ദ്രീകൃത വിദ്യാഭ്യാസം കേരളത്തിൽ തിരികെ കൊണ്ടുവരണം. പണ്ടുണ്ടായിരുന്നു, അതാണ് ലക്ഷ്യം. അതിന്റെ ഭാഗമായി സ്കൂളുകളൊക്കെ വലിയ മാറ്റത്തിനാണ് ഒരുങ്ങുന്നത്. എല്ലാം മാറാൻ പോവാണ്. അടിമുടി കേരളത്തിൽ വിദ്യാഭ്യാസത്തിൽ അടുത്ത കാലത്തിനുള്ളിൽ മാറ്റം വരും. അത് വേറൊന്നിനും വേണ്ടിയിട്ടല്ല, കേരളത്തിലെ മനുഷ്യനെ കേന്ദ്രീകരിച്ചാണ്, പ്രകൃതിയെ കേന്ദ്രീകരിച്ചാണ്. പ്രകൃതിയിൽ നിന്നും മനുഷ്യൻ എത്ര അകലുന്നുവോ അത്രയും മനുഷ്യന് അസ്വസ്ഥത, അനാരോഗ്യം ഉണ്ടാവും. പ്രകൃതിയോട് എത്ര അടുക്കുന്നുവോ അത്രയും സ്വസ്ഥതയും ആരോഗ്യവും ഉണ്ടാവും. ഈ സന്ദേശമെല്ലാം വിദ്യാഭ്യാസ കാലഘട്ടത്തിലാണ് കൊടുക്കേണ്ടത്. പാരിസ്ഥിതിക ബോധം, സാമൂഹിക ബോധം, ഇതെല്ലാം വിദ്യാഭ്യാസ ഘട്ടത്തിൽ ചോർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ പ്രശ്നങ്ങളാണ് ഇന്ന് കേരളത്തിൽ നമ്മൾ കാണുന്നത്. കേരളത്തിന്റെ മതനിരപേക്ഷ ചിന്തയിൽ നിന്നും കേരളത്തെ മാറ്റിക്കൊണ്ടുപോകുന്നത് ഈ മൂല്യച്യുതികളൊക്കെയാണ്. ഒരിക്കലും അനുവദിക്കാൻ പറ്റാത്ത, വരും തലമുറ ഒരിക്കലും നമ്മളോട് മാപ്പ് പറയാത്ത ഒന്നാണ് ഈ തകർച്ചകൾ. അതുകൊണ്ട് നിശ്ചയദാർഢ്യത്തോടെ, ഒരു സംശയവുമില്ല, നേരത്തെ ഇവിടെ മുഖ്യപ്രഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ കേരളത്തിന്റെ വിദ്യാഭ്യാസം മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസമാക്കി നിർത്തും എന്ന് കേരളത്തിലെ ജനങ്ങളോട് സംസ്ഥാന സർക്കാർ ഉറപ്പു പറയുകയാണ്. അതുകൊണ്ട് മത്സരാധിഷ്ഠിത വിദ്യാഭ്യാസത്തിൽ നിന്നും മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിലേക്ക് കേരളത്തിന്റെ വിദ്യാഭ്യാസത്തെ നയിക്കുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാം ചുമതല, കേവലം സർക്കാരിന്റെ മാത്രമല്ല. കമ്പോളാധിഷ്ഠിത വിദ്യാഭ്യാസം അത് കേരളത്തിലെ മനുഷ്യനല്ലാതാക്കുന്നത് കൊണ്ട് ദിവസവും കേരളത്തിൽ മനുഷ്യത്വരഹിതമായ നിരവധി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിന് എല്ലാ സ്കൂളുകളെയും നമുക്ക് ആധുനികവൽക്കരിക്കണം. പാഠ്യപദ്ധതി, സ്കൂളിന്റെ ഇൻഫ്രാസ്ട്രക്ചർ, അക്കാഡമിക് ഇൻപുട്ട്, ട്രെയിനിങ്, ഇതെല്ലാം നമുക്ക് മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. അതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ ഇത്തവണ ബഡ്ജറ്റിൽ 2000 കോടി രൂപയാണ് വിദ്യാഭ്യാസത്തിന് വേണ്ടി മാത്രം നീക്കിവെച്ചത്. കോത്താരി കമ്മീഷൻ പറഞ്ഞിട്ടുള്ളത് GDP-യുടെ 6% വിദ്യാഭ്യാസം നീക്കിവെക്കണമെന്നുള്ളതാണ്. ഞാനൊരു ഏകദേശ കണക്ക്, പൂർണ്ണമായ കണക്ക് വന്നിട്ടില്ല പ്ലാനിംഗ് ബോർഡിന്റെ, എങ്കിലും ചില പ്രൊജക്ഷൻസിന്റെ സയൻസ് വെച്ച് നോക്കുമ്പോൾ കേരളത്തിലെ GSDP-യുടെ 6%-നേക്കാൾ കൂടുതൽ തുക സംസ്ഥാന സർക്കാർ വിദ്യാഭ്യാസ രംഗത്ത് മാറ്റിവെക്കുന്നുണ്ട് ഈ വർഷം. ഇന്ത്യയിൽ ഒരൊറ്റ ദിക്കിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അത്ര ശ്രദ്ധയാണ് വിദ്യാഭ്യാസത്തിൽ. കാരണം ഒരു ജനതയെ മാറ്റിയെടുത്ത് അതിനെ ഏറ്റവും ഉയർന്ന രീതിയിൽ എത്തിക്കാനാണ്. ലോകത്തിന്റെ നിറയിൽ നിൽക്കുന്ന കേരളം അതിനേക്കാൾ ഉയരത്തിലേക്ക് പോകണമെന്ന ലക്ഷ്യത്തിലാണ് വിദ്യാഭ്യാസ മേഖലയിൽ മാറ്റം വരുത്തുന്നത്. അത് കേരളത്തിലെ എല്ലാ സർക്കാർ എയ്ഡഡ് സ്ഥാപനങ്ങളിലും ആണ് സർക്കാർ നൽകാൻ ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഭാഗമായി ആധുനികവൽക്കരണം എല്ലാ മേഖലയിലും നടപ്പിലാക്കും. അതുപോലെ തന്നെ ക്യാമ്പസുകൾ ജൈവവൈവിധ്യ പാർക്കുകളാക്കി മാറ്റും. കാർഷിക സംസ്കാരത്തിൽ ഊന്നി നിന്നുകൊണ്ട് ആധുനികവൽക്കരണം നടത്തുക എന്നുള്ളതാണ് സർക്കാരിന്റെ മുദ്രാവാക്യം. കേരളത്തിലെ കാർഷിക മേഖല തകർന്നുകൊണ്ടിരിക്കുകയാണ്. -4.67 ആണ് കഴിഞ്ഞ വർഷത്തെ കേരളത്തിലെ കാർഷിക വളർച്ചാ നിരക്ക്. എങ്ങോട്ടാ കേരളം പോകുന്നത്? അത് പറ്റില്ല. അതുകൊണ്ട് പുതിയ തലമുറയിൽ കാർഷികാഭിമുഖ്യം വർദ്ധിക്കുന്നതിനു വേണ്ടി കാർഷിക സംസ്കാരത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ആധുനികവൽക്കരണമാണ് തുടർന്ന് നടപ്പിലാക്കുക. അതിന്റെ ഭാഗമായി എല്ലാ 8, 9, 10, 11, 12 ക്ലാസുകളും ഹൈടെക് ആക്കി മാറ്റുവാനുള്ള പദ്ധതി തയ്യാറാക്കി 500 കോടി രൂപ അതിനുവേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്.
ഈ പദ്ധതിയുടെ ഒന്നാം ഘട്ടം എല്ലാം ഒറ്റയടിക്ക് വഴിയില്ല. ഒന്നാം ഘട്ടത്തിൽ തീർച്ചയായും കുറേ സ്കൂളുകളിൽ ഈ വർഷം തന്നെ 8, 9, 10, 11, 12 ക്ലാസുകൾ ഹൈടെക് ആക്കും. ആദ്യത്തെ ഘട്ടത്തിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട എന്റെ അടുത്ത സുഹൃത്തായ നിയമസഭയിൽ പ്രത്യേക ശബ്ദം ഉള്ള എന്ത് വിഷയത്തിലും ഒറ്റ വാചകം കൊണ്ട് വിഷയത്തിന്റെ ദിശ മാറ്റുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട MLA-യുടെ അനുവാദത്തോടുകൂടി ഇവിടെ ഈ സ്കൂളിൽ തന്നെ 8, 9, 10, 11 ക്ലാസുകൾ ഉറപ്പ് വരണം. ഒരു സംശയം. ലബോറട്ടറിയുടെ നവീകരണം, ഇതെല്ലാം പദ്ധതികളിലുണ്ട്. അതെല്ലാം നിങ്ങളുടെ ക്ലാസുകളിലും എത്തിച്ചേരും. ഇതേ സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ പറ്റൂ. ബാക്കിയെല്ലാം നിങ്ങളാണ് ചെയ്യേണ്ടത്. മൂല്യവത്തായ ഒരു വിദ്യാഭ്യാസം, മനുഷ്യകേന്ദ്രീകൃതമായ ഒരു വ്യവസ്ഥ, മനുഷ്യനെ മനുഷ്യനായി കാണുന്ന ഒരു സംസ്കാരം, ഇത് വളർത്തിയെടുത്താൽ സംസ്ഥാന സർക്കാർ ധന്യമായി. ലക്ഷ്യം അതാണ്. അതുകൊണ്ട് ഉദാത്തമായൊരു സംസ്കാരത്തെ വികസിപ്പിച്ചെടുക്കുവാനുള്ള ഇടപെടലിൽ എല്ലാവരുടെയും ഹൃദയവും മനസ്സും നിറഞ്ഞ എല്ലാ സഹകരണവും ഉണ്ടാകണമേ എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ മാർക്കസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ന്യൂ ബ്ലോക്കിന്റെ ശിലാസ്ഥാപനം ഒരിക്കൽ കൂടി നിർവഹിച്ച അറിയിച്ചു.